يا بني إسرائيل اذكروا نعمتي التي أنعمت عليكم وأني فضلتكم على العالمين. 136 സ്ഥലത്ത് ഇസ്രായേലിന്റെ ചരിത്രം പറയുന്നുണ്ട് ഖുർആൻ. 136 സ്ഥലത്ത് ഇസ്രായേലിന്റെ ചരിത്രം പറയുന്നുണ്ട് ഖുർആൻ. നമ്മൾ ഈ കാലത്ത് അറിഞ്ഞിരിക്കേണ്ട ഒരുപാട് ചരിത്ര യാഥാർത്ഥ്യങ്ങളുണ്ട്. എന്നാൽ മൂസാ നബി അലൈഹിസ്സലാമിനും യാക്കൂബ് നബിക്കും മുമ്പ് എത്രയോ സമൂഹം ഇവിടെ കഴിഞ്ഞില്ലേ? ഉണ്ട്. മഹാനരായ സയ്യിദുനാ നബിയുല്ലാഹി നൂഹ് അലൈഹിസ്സലാം പ്രബോധനം ചെയ്തൊരു സമൂഹമുണ്ട് മെസൊപ്പൊട്ടേമിയയിൽ, ഇറാഖിൽ. അവരിലേക്കാണ് ആദ്യത്തെ മുർസലായ നൂഹ് അലൈഹിസ്സലാം വന്നത്. അവർക്ക് മുമ്പ് പല ആളുകളും കഴിഞ്ഞില്ലേ? സമൂദ് ഗോത്രം കഴിഞ്ഞു, അവർക്ക് മുമ്പേ ആദുകൾ കഴിഞ്ഞു. ഇവരുടെ ഒക്കെ ചരിത്രം പറഞ്ഞതിനേക്കാൾ കൂടുതൽ 136 സ്ഥലത്ത് ഇസ്രായേലിന്റെ ചരിത്രം പറഞ്ഞു. എന്തുകൊണ്ടാണ് 136 സ്ഥലത്ത് ഇസ്രായേലിന്റെ ചരിത്രം പറഞ്ഞത്? പരിശുദ്ധമായ ഖുർആനിനെ വ്യാഖ്യാനിച്ച പണ്ഡിതന്മാർ പറഞ്ഞു, ലോകാവസാനം വരെ വരാനുള്ള മനുഷ്യന് വഴികാട്ടിയാണ് ദ കംപ്ലീറ്റ് കോഡ് ഓഫ് ലൈഫ് പരിശുദ്ധമായ ഖുർആൻ. ലോകാവസാനം വരെ വരാനുള്ള മനുഷ്യരാശിയെ തൊടുന്ന പ്രശ്നങ്ങളൊക്കെയും ഇതുമായി ബന്ധപ്പെട്ട് കിടക്കും. അതുകൊണ്ടാണ് ആയാതു ഹഖ്ഖിൻ മിനർ റഹ്മാനി മുഹ്ദസതുൻ ഖദീമതുൻ സിഫതുൽ മൗസൂഫി ബിൽ ഖിദമി മൗലായ സ്വല്ലി വസല്ലിം ദായിമൻ അബദാ على حبيبك خير الخلق كلهم. 136 എന്തുകൊണ്ട് പറഞ്ഞു? ഖുർആൻ വളരെ ചുരുക്കി പറയുന്ന വേദമാണ്. 1,24,000 നബിമാരുടെ പേര് ഖുർആനിലില്ലല്ലോ. 25 ആളുകളെയാണ് ഖുർആൻ മെൻഷൻ ചെയ്തത്. അങ്ങനെ എത്രയോ സംഭവങ്ങളെ ചുരുക്കി 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 പറയുന്ന ഒരു വേദം 136 തവണ ഇവരുടെ ചരിത്രം പറയാണ്. അതിന്റെ ഉത്തരമാണ് ഞാൻ പറഞ്ഞത്. ലോകാവസാനം വരെ വരാനുള്ള പ്രശ്നങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് കിടക്കും. സൂറത്തുൽ ബഖറ ബനൂ ഇസ്രായേലിന്റെ ചരിത്രം പറയുന്നു. ഇസ്രായേലിൽ നടന്ന ചരിത്രങ്ങളെ, ചരിത്ര സംഭവങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. ആ ഒരു താവഴി മഹാനരായ യാക്കൂബ് നബി അലൈഹിസ്സലാമിന്റെ ജനത, യൂസുഫ് അലൈഹിസ്സലാമിന്റെ ജനത, മൂസ അലൈഹിസ്സലാമിന്റെ ജനത, ഹാറൂൻ നബിയുടെ ജനത, ദാവൂദ് നബിയുടെ ജനത, സുലൈമാൻ അലൈഹിസ്സലാമിന്റെ ജനത, ശംബീൽ നബിയുടെ ജനത, ശംഊൻ നബിയുടെ ജനത, സയ്യിദുനാ നബിയുല്ലാഹി ഈസ അലൈഹിസ്സലാം വരെയുള്ള 3 വേദങ്ങളും അവതരിച്ച ജനതയാണ് ഇസ്രായേലികൾ. ഇസ്രായേലിയരെ കേൾക്കുക എന്ന് ബൈബിളിൽ. മഹാനരായ മൂസ അലൈഹിസ്സലാം അവരെയും കൊണ്ട് നടത്തിയ ഫറോവയിൽ നിന്ന് അവരെയും പിടിച്ചുകൊണ്ട് നടത്തിയ യാത്രയാണ് നാം എപ്പോഴും മുഹറം 10 അനുസ്മരിക്കാറുണ്ട്. ഫറോവയിൽ നിന്ന് അവരെ രക്ഷപ്പെടുത്തിക്കൊണ്ടുവന്നു സയ്യിദുനാ കലീമുല്ലാഹി മൂസ അലൈഹിസ്സലാം. അതിനെയാണ് ബൈബിൾ പുറപ്പാട് എന്ന് പറയുന്നത്. അപ്പൊ ചരിത്രം ഇങ്ങനെ പിണഞ്ഞു കിടക്കാൻ. അങ്ങനെ തുടങ്ങിയിട്ട് അവസാനം അവരുടെ പ്രശ്നം എന്തായിരുന്നു? പരിശുദ്ധമായ ഖുർആൻ പറയുന്നുണ്ട്, അവരിലേക്ക് വന്ന അമ്പിയാക്കളെ അവർ വേണ്ട രീതിയിൽ പരിഗണിച്ചിട്ടില്ല. അവരിലേക്ക് വന്ന നബിമാരെ അവർ കൊന്നുകളഞ്ഞു. അവരോ കാനൂ യഖ്തുലൂനൽ അംബിയാ ബിഗൈരിൽ ഹഖ്, മഹാന്മാരായ അമ്പിയാക്കന്മാരെ അവർ കൊന്നുകളഞ്ഞു. മഹാനരായ നബിയുല്ലാഹി യഹ്യ അലൈഹിസ്സലാമിനെ അവർ കൊന്നുകളഞ്ഞു. സക്കരിയ നബി അലൈഹിസ്സലാമിനെ കൊന്നുകളഞ്ഞു. ഈസാ അലൈഹിസ്സലാം മഹാനവറുകളെ കൊല്ലാൻ അവർ വട്ടമൊരുക്കി കാത്തിരുന്നു. അങ്ങനെ ഒരു ജനതയുണ്ടായിരുന്നു. ആ ജനതയോ അല്ലാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളെ മുഴുവനും തള്ളിക്കളയുന്ന ജനതയാണ്. അവരാണ് മഹാരഥന്മാരായ അമ്പിയാക്കളെ വധിച്ചു കളഞ്ഞത്. ആ ജനതയുടെ ചരിത്രം വളരെ സ്പഷ്ടമായി ഖുർആൻ പറയുകയാണ്. നമ്മുടെ കൺമുന്നിൽ അത്യാധുനിക ലോകത്തിന്റെ സംഭവ വികാസങ്ങൾ വരുമ്പോ അവരാരായിരുന്നുവെന്ന് വരച്ചിടുകയാണ് ഖുർആൻ. ഈസാ അലൈഹിസ്സലാമിനെ കുരിശിലേറ്റിയത് ജൂതന്മാരാണ് എന്നാണ് ക്രൈസ്തവ വിശ്വാസികൾ വിശ്വസിക്കുന്നത്. നമ്മൾ വിശ്വസിക്കുന്നത് വമാ ഖതലൂഹു വമാ സലബൂഹു വലാകിൻ ശുബ്ബിഹ ലഹു. ഈസാ നബി അലൈഹിസ്സലാമിനെ ഒരാളും ക്രൂശിച്ചിട്ടില്ല എന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. എന്നാൽ തങ്ങളുടെ ദൈവമായ യേശുക്രിസ്തുവിനെ കുരിശിലേറ്റിയ ക്രൂശിച്ച മനുഷ്യർ, അവർക്കെതിരെ യൂറോപ്പിൽ എത്രയോ വലിയ അക്രമങ്ങൾ നടന്നിട്ടുണ്ട്.
അവിടെയൊന്നും മുസ്ലിങ്ങൾ പ്രതികളല്ല. AD 70 യേശുക്രിസ്തുവിന് ശേഷം 70 കൊല്ലം കഴിഞ്ഞു. ജൂതന്മാർ ഫലസ്തീനിൽ ആരാധിക്കുന്ന സോളമൻ ടെമ്പിൾ തകർത്തു കളഞ്ഞു. ടൈറ്റസ് റോമക്കാരനായിരുന്നു. റോമക്കാരനായ ടൈറ്റസ് ആണ് ഏറ്റവും വിലപിടിപ്പുള്ള സമ്പാദ്യങ്ങളിൽ ഒന്നാണ് എന്നവർ വിശ്വസിക്കുന്ന ആരാധനകളുടെ കേന്ദ്രമായ സോളമൻ ടെമ്പിൾ തകർത്തു കളഞ്ഞത്. AD 138 ഹഡ്രിയാൻ എന്ന രാജാവ് കൊന്നുതള്ളിയത് 4 ലക്ഷം ജൂതന്മാരെയാണ്. പിന്നീട് ഇങ്ങോട്ട് നമുക്കെല്ലാവർക്കും അറിയുന്നത് പോലെ ഹിറ്റ്ലർ വരെയുള്ള ആളുകൾ ജൂതന്മാരെ കൊന്നുതള്ളി. കാരണം ആദർശപരമായി, ആശയപരമായി, വിശ്വാസപരമായി അവർ തമ്മിലായിരുന്നു പ്രശ്നം ഉണ്ടായത്. അവിടെയൊന്നും ഇസ്ലാം ഉണ്ടായിരുന്നില്ല. ഇസ്ലാമിന്റെ നീതിയുടെ പാഠം അവിടെയാണ് വായിക്കേണ്ടത്. സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഫലസ്തീൻ പിടിച്ചെടുക്കുന്നത് 638 AD-യിലാണ്. അന്ന് മഹാനവറുകൾ നേരിട്ടാണ് ജെറൂസലമിലേക്ക് ചെന്നത്. അവരെ കാത്തിരുന്നതോ അവിടെയുള്ള എല്ലാ മതവിഭാഗങ്ങളിലും, മജൂസികളിലും, ക്രൈസ്തവരിലും, ജൂതന്മാരിലും എല്ലാം പെട്ട ആളുകൾ മഹാനവറുകളെ കാത്തിരുന്നു. ഖലീഫ, നിങ്ങളെ കാണാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഖലീഫയായ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളെ കാത്തിരുന്നത് എല്ലാ മതവിഭാഗത്തിലുമുള്ള ആളുകളാണ്. കാരണം അവർക്കറിയാം വരുന്നയാൾ ഇസ്ലാമിന്റെ നേതൃത്വമാണ്. മുസ്ലിമീങ്ങൾ ഇവിടെ വർഗീയതയുണ്ടാക്കുന്നവരല്ല, ചിത്രതയുണ്ടാക്കുന്നവരല്ല, ഡിസ്ക്രിമിനേഷൻ നടത്തുന്നവരല്ല. ഞങ്ങളെ പകുത്തുവെച്ചവര് വർത്തമാനം പറയില്ല. അതുകൊണ്ട് അവരെല്ലാവരും കാത്തിരുന്നു. ഖലീഫ, ഞങ്ങൾക്കുള്ള ആരാധനാ സ്വാതന്ത്ര്യങ്ങൾ, അവകാശങ്ങൾ നിങ്ങളോടൊന്ന് സംസാരിച്ചു തീർപ്പ് കൽപ്പിക്കാൻ ഞങ്ങൾക്ക് അവസരം നൽകണം. എല്ലാ മതവിഭാഗങ്ങളും കാത്തിരുന്നപ്പോ ജെറൂസലമിലേക്ക് വന്നു ചേർന്ന ഖലീഫയാണ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. നമുക്കങ്ങനെയാണ് ആകാൻ കഴിയുക. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനോട് അവിടെ വെച്ചിട്ടൊരു കരാർ എഴുതി നഫ്രാസിസ് പാതിരി. ആ കരാർ എന്തായിരുന്നു എന്നറിയോ? നഫ്രാസിസ് പാതിരി എഴുതിയ കരാറ്, ഓ ഉമറേ, എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഞങ്ങളുടെ വളരെ പ്രധാനപ്പെട്ട ദേവാലയങ്ങളുള്ള ജെറുസലമിലേക്ക് ജൂതന്മാരെ പ്രവേശിപ്പിക്കാൻ പാടില്ല. അവർക്ക് ആരാധനകൾ നിർവഹിക്കാൻ അവസരം നൽകാൻ പാടില്ല. അവരെ ഇങ്ങോട്ട് നിങ്ങൾ പ്രവേശിപ്പിക്കല്ല. ആ ഒരു കരാറ് ഞങ്ങൾക്ക് എഴുതി തരുമോ? നഫ്രാസിസ് പാതിരിയും ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളും കൂടി എഴുതിയ കരാർ ഇന്നുണ്ട് ബൈത്തുൽ മുഖദ്ദസിന്റെ ചാരത്ത് മസ്ജിദ് ഉമറിന്റെ മുന്നിൽ. ലോക ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെട്ട് കിടക്കുന്ന ഒരു കരാറാണ്. എന്താണ്? ബൈത്തുൽ മുഖദ്ദസിന്റെ ചാരത്താണ് ചർച്ച് ഓഫ് ഇൻഫിനിറ്റി. സയ്യിദുനാ ഈസ അലൈഹിസ്സലാമിനെ മറിയം ബീവി റളിയല്ലാഹു അൻഹ പ്രസവിച്ച സ്ഥലം. അവിടെയാണ് ക്രൈസ്തവ ദേവാലയങ്ങളിൽ വളരെ പ്രധാനപ്പെട്ടതും പഴക്കമേറിയതുമായ പലതും ഉള്ളത്. അതിന്റെ ഒക്കെ അധികാരം മുസ്ലിങ്ങളുടെ കൈകളിലേക്ക് തരാം. ഇന്നും അവിടെ മുസ്ലിം പാറാവുകാരുണ്ട്. മുസ്ലിങ്ങളുടെ കൈകളിലേക്ക് തരാം. പക്ഷെ ഇവരെ ഇങ്ങോട്ട് പ്രവേശിപ്പിക്കാൻ പാടില്ല. സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അവരോട് പറഞ്ഞു, പറ്റൂല. നിങ്ങൾ ഈ പറയുന്നത് പോലെ ഒരു മതവിഭാഗത്തിനെതിരെ തീരുമാനം എടുക്കാനൊന്നും എനിക്ക് പറ്റൂല. അവർക്ക് ആരാധിക്കണമെങ്കിൽ അവർക്ക് എപ്പോഴും ഫലസ്തീനിലേക്ക് വരാം. അവരെ ഞാൻ തടയൂല. പക്ഷെ അവർ വരുന്നത് കൊണ്ട് നിങ്ങളുടെ ഒരു ദേവാലയത്തിനൊന്നും പറ്റില്ല. ഖലീഫ ഉമറിന്റെ പാറാവുകാരൻ യേശുക്രിസ്തു ജനിച്ച സ്ഥലത്തിന് കാവലുണ്ടാവും. ധൈര്യമായിട്ട് അയാൾ അവിടെ കാവലുണ്ടാവും. നിങ്ങളുടെ ഒരു ആരാധനാലയത്തിനും ഒരു കേടുണ്ടാവില്ല. ഒരാളുടെയും ആരാധനാലയത്തിനോ ആരാധനാ സ്വാതന്ത്ര്യത്തിനോ തടസ്സം ഉണ്ടാവില്ല പറയുകയായിരുന്നു സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. ചരിത്രം നമ്മൾ നന്നായി മനസ്സിലാക്കി വെക്കണം. ഇസ്ലാമി നീതിയുടെ പാഠമാണ് ലോകത്തിന് പഠിപ്പിച്ചു കൊടുത്തത്. ഒരാളുടെയും ആരാധനാ സ്വാതന്ത്ര്യത്തിൽ ഞങ്ങൾ കൈകടത്തില്ല.
ഒരാളിന്റെയും ആരാധനകൾക്ക് ഞങ്ങൾ വിലങ്ങുതടിയാവില്ല. നമ്മുടെ ഖലീഫമാരായ മുൻഗാമികളുടെ ജീവിതപാടാണ്. അവരല്ലേ ഏറ്റവും വലിയ ആളുകൾ, അവരല്ലേ ഏറ്റവും വലിയ ആളുകൾ. സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ആ കരാറിനെ നേർപ്പിച്ചെഴുതി. 458 കൊല്ലക്കാലം ജൂതന്മാരായ ആളുകൾ ജെറുസലേമിൽ സ്വൈരവിഹാരം നടത്തിയത് ആ കരാറിന്റെ ബലത്തിൽ. ആ കരാറിന്റെ ബലത്തിലാണെന്ന് ചരിത്രം പറയുകയാണ്. ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളുടെ കാലത്ത് മാത്രമല്ല, പിൽക്കാലത്ത് വന്ന ഒരൊറ്റ മുസ്ലിം ഭരണാധികാരിയും ആ കരാറിനെ നേർപ്പിച്ചെഴുതിയില്ല. ആ കരാർ അനുസരിച്ച് അവിടെ ജൂതന്മാര് വന്നു, ആരാധനകൾ നടത്തി, അങ്ങനെ മനോഹരമായി ജീവിച്ചു മുന്നോട്ടു പോയി. ആ കരാറിനെ പറ്റിയില്ല. പിന്നീട് ഫലസ്തീൻ മുസ്ലിങ്ങളുടെ കൈകളിൽ നിന്ന് നഷ്ടമായി. എപ്പോഴാണ് പിന്നെ പ്രശ്നം ഉണ്ടായി തുടങ്ങുന്നത്? ഫലസ്തീനിൽ പ്രശ്നം ഉണ്ടാവുന്നത് 1800കളുടെ അവസാനമാണ്. 1800കളുടെ ഒടുവിലാണ് ലോകത്തിന്റെ വ്യത്യസ്തങ്ങളായ ഭാഗങ്ങളിലുള്ള ജൂതന്മാർ ഫലസ്തീനിലെ അറബികൾക്കിടയിലേക്ക് താമസിക്കാൻ വരുന്നത്. അവരവിടെ ലാൻഡ് വാങ്ങിയിട്ട് ഉള്ള സ്ഥലം വളച്ചുകെട്ടി അതിന്റെ ഇടയിൽ ജീവിതം ആരംഭിക്കുന്ന കാലമാണ്. 1897 ലോക സിയോണിസ്റ്റ് സമ്മേളനം നടന്നു. ഞാൻ ആ സമ്മേളനത്തെ കുറിച്ച് ഇപ്പോൾ ഓർക്കാൻ ഒരു കാരണമുണ്ട്, അതുകൂടി പറഞ്ഞു ബാക്കി ഭാഗങ്ങളിലേക്ക് വരാം. 1897 സിയോണിസ്റ്റ് സമ്മേളനത്തിൽ ഒരു പ്രോട്ടോകോൾ പിറന്നു. ഒന്ന്, ലോകത്ത് അധികാരമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അധികാര രാഷ്ട്രീയത്തിനു വേണ്ടിയിട്ട് എന്ത് അക്രമവും എന്ത് വഞ്ചനയും ഏത് കുറുക്കുവഴിയും സ്വീകരിക്കുക, കൈക്കൂലി കൊടുക്കേണ്ടി വന്നാൽ കൈക്കൂലി കൊടുക്കുക. സിയോണിസ്റ്റ് പ്രോട്ടോകോളിലെ ഒന്നാമത്തെ നിയമം. സിയോണിസ്റ്റ് പ്രോട്ടോകോളിന്റെ രണ്ടാമത്തെ നിയമം, ലോകത്തെ ജനങ്ങളെയൊക്കെയും നിയന്ത്രിക്കുന്നതിൽ പത്രങ്ങൾക്ക് വലിയ പങ്കുണ്ട്. അതുകൊണ്ട് പത്രങ്ങളിലൂടെ നമ്മൾ തീജ്വാലകളായി ജ്വലിക്കുക, പത്രങ്ങളിൽ നിന്ന് നമ്മൾ ഖനികൾ കൊയ്യുക. പത്രങ്ങൾ നമ്മുടെ വരുതിയിലാക്കിയിട്ട് അതിലൂടെ വ്യാജ വാർത്തകൾ സൃഷ്ടിച്ചു വിട്ടുകൊണ്ട് നമ്മുടെ ആശയം നമ്മൾ നടപ്പാക്കുക. 1897 സിയോണിസ്റ്റ് പ്രോട്ടോകോൾ സ്വിറ്റ്സർലൻഡിൽ പിറന്നത് അങ്ങനെ. നമ്മുടെ നാട്ടിലെ മനോരമ കാണുമ്പോ, ഇന്നലത്തെയൊക്കെ മനോരമ കാണുമ്പോ ഈ വാർത്ത ഓർമ്മ വരികയാണ്. പാവങ്ങളായ ഫലസ്തീനികൾക്ക് മേൽ മിസൈലുകൾ വീണിട്ട് അവരെ ചികിത്സിക്കാൻ കൊണ്ടുപോയ ഹോസ്പിറ്റലുകൾ ആക്രമിക്കപ്പെട്ടു. അപ്പോഴും നമ്മുടെ മനോരമ പറഞ്ഞത് അത് ഇസ്രായേലിന്റെ റോക്കറ്റ് അല്ലാന്ന്. അവിടുത്തെ ക്രൈസ്തവ വിഭാഗങ്ങൾ നിർമ്മിച്ചു നൽകിയ ഹോസ്പിറ്റലിലേക്ക് പരിക്കേറ്റ മനുഷ്യരെ ചികിത്സിക്കാൻ കൊണ്ടുവന്നപ്പോ മനുഷ്യത്വം ഏതുമില്ലാതെ അതിലും മിസൈൽ ഇട്ടിട്ട് അതിനെ ന്യായീകരിക്കുന്ന പത്രം നമ്മുടെ നാട്ടിൽ. ആലോചിച്ചു നോക്കൂ, ഇന്ന് വാർത്തകൾ കിട്ടാൻ എത്ര വഴിയുണ്ട്. ഒരു വാർത്ത ശരിയാണോ എന്നറിയാൻ 100 കണക്കിന് വഴികളുള്ള കാലം. അതിന്റെ സോഴ്സുകൾ അന്വേഷിച്ചു പോയാൽ ലോകമെമ്പാടുമുള്ള മാധ്യമങ്ങളെ മനുഷ്യന്റെ വിരൽ തുമ്പിൽ കിട്ടുന്ന കാലത്തും ഇത്തരം നുണകൾ പറയുന്നത്. ആലോചിച്ചു നോക്ക്, നമ്മുടെ വീടിന്റെ വരാന്തകളിലേക്ക് രാവിലെ വരുന്ന പത്രങ്ങൾ പറയുന്ന നുണകൾ. മനുഷ്യന്റെ കൈകളിൽ വാർത്തകളെത്തുന്ന കാലത്ത്, മനുഷ്യന്റെ കൈകളിൽ വാർത്തകളെത്തുന്ന കാലത്ത് പോലും ഇത്തരം നുണകൾ പറഞ്ഞിട്ട് സിയോണിസ്റ്റ് രാഷ്ട്രത്തിനൊപ്പം ചേർന്ന് നിൽക്കണം. അത്ഭുതമൊന്നുമില്ല. നമ്മുടെ ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരം നടന്നപ്പോ വാഗൺ ട്രാജഡിയിൽപ്പെട്ടിട്ട് ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമര പ്രവർത്തകർ മരണപ്പെട്ടു. ബ്രിട്ടീഷുകാര് കുറെ സ്വാതന്ത്ര്യ സമര പ്രവർത്തകരെ ഒരു വാഗണിലാക്കിയിട്ട്, ഒരു തീവണ്ടിയുടെ ബോഗിയിലാക്കിയിട്ട് ശ്വാസം മുട്ടി പിടഞ്ഞുകൊണ്ട് സ്വാതന്ത്ര്യ സമര സേനാനികൾ മരണപ്പെട്ടു. പിറ്റേന്നത്തെ മനോരമയിൽ ഒരു വാർത്ത ഉണ്ടായിരുന്നു, ശ്വാസം മുട്ടി ചത്തു എന്നായിരുന്നു വാർത്ത. അതെഴുതിയ മനോരമയാണ് ഇത് എഴുതുന്നത്. നമുക്ക് പറയാനുള്ളത്, ലോകത്ത് വാർത്തകൾ കിട്ടാൻ ഒത്തിരി സോഴ്സുകളുള്ള ഈ കാലത്ത് ഇങ്ങനെ നുണകൾ പറഞ്ഞിട്ട് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കരുതെന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. കൃത്യമായി മനസ്സിലാക്കാൻ, മാധ്യമങ്ങളെ വിലക്കെടുക്കുക, സമൂഹത്തിലെ എല്ലാ മേഖലകളിലേക്കും അക്രമത്തിലൂടെയും ചതിയിലൂടെയും വഞ്ചനയിലൂടെയും കയറുക എന്ന അജണ്ടയോടെ തുടങ്ങിയ സിയോണിസ്റ്റ് പ്രസ്ഥാനത്തിന് 1948 ബ്രിട്ടൻ ഉണ്ടാക്കി കൊടുത്ത രാഷ്ട്രമാണ് ഇസ്രായേൽ. 948 ഇസ്രായേൽ. 948 1400 വർഷത്തെ മുസ്ലിങ്ങളുടെയും ജൂതന്മാരുടെയും ചരിത്രത്തിൽ എക്കാലവും ഫലസ്തീനിൽ മുസ്ലിങ്ങളും ജൂതന്മാരും തമ്മിൽ യുദ്ധമൊന്നുമില്ല. 1948 ലോകത്തിന്റെ എല്ലാ നീതിയെയും ന്യായത്തെയും മാറ്റിവെച്ചുകൊണ്ട് ബ്രിട്ടന്റെ തോക്കിന്റെ കുഴലിലൂടെ പിറന്ന രാഷ്ട്രമാണ് ഇസ്രായേൽ. അന്നു മുതൽ ഇങ്ങോട്ടുള്ളത് നമുക്കെല്ലാവർക്കും അറിയുന്നത് പോലെ പാവങ്ങളായ മനുഷ്യരെ കൊന്നു, പാവങ്ങളായ കുഞ്ഞുങ്ങളെ കൊന്നു, പാവങ്ങളായ സ്ത്രീകളെ നശിപ്പിച്ചു. അതുപോലെ അവിടുത്തെ ഓരോ സംവിധാനങ്ങളെയും കൈക്കലാക്കിയും ഒക്കെ വളർന്ന ഒരു രാജ്യത്തിന്റെ ചരിത്രമാണ് ഇത്. നമ്മൾ വളരെ കൃത്യമായി മനസ്സിലാക്കി വെക്കേണ്ട ആളുകളാണ്. ചരിത്രം നമ്മൾ വളരെ ശരിയായി മനസ്സിലാക്കണം.
ഇന്നലകളിൽ ചരിത്രത്തിൽ എന്ത് നടന്നു എന്ന് മനസ്സിലാക്കണം. അപ്പോഴാണ് നമുക്ക് മുന്നോട്ട് ജീവിക്കാനുള്ള അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പരിശുദ്ധമായ കലാം നോക്കൂ. പരിശുദ്ധമായ ഖുർആൻ ചരിത്രങ്ങളെ നമ്മുടെ മുമ്പിലേക്ക് അവതരിപ്പിച്ചു തരുകയാണ്. കൃത്യമായ ചരിത്ര രേഖകളെ അവതരിപ്പിച്ച ഗ്രന്ഥമാണ് പരിശുദ്ധമായ ഖുർആൻ. സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് മുമ്പിൽ ആ ചരിത്രങ്ങളെ അവതരിപ്പിച്ചു. പ്രയാസങ്ങളെയും പ്രതിസന്ധികളെയും പഠിപ്പിച്ചു തന്നു. എല്ലാ പ്രയാസങ്ങളുടെ കാലത്തും അതിജയിക്കാനുള്ള വഴിയും പഠിപ്പിച്ചു തന്നു. വിശ്വാസികളായ നമ്മെ സംബന്ധിച്ചിടത്തോളം അതിജീവിക്കാനുള്ള ഏറ്റവും വലിയ വഴി ഏതാണ്? അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ വളരെ ശരിയായി നമുക്ക് ആ വഴിത്താരകളെ പരിചയപ്പെടുത്തുകയാണ്. ഏതെല്ലാം പ്രയാസങ്ങൾ വന്നു ചേർന്നാലും, ഏതെല്ലാം വിഷമങ്ങൾ വന്നു ചേർന്നാലും അതിനെല്ലാം തരണം ചെയ്തു പോകാൻ ഒരു വഴിയുണ്ട്. ആ വഴി ഖലീലുല്ലാഹി ഇബ്രാഹീം അലൈഹിസ്സലാം അവിടുന്ന് കാണിച്ച വഴിയാണ്. അതിനുശേഷം വന്ന പ്രവാചകന്മാരുടെ ജീവിതത്തിന്റെ പാതകളിൽ നമ്മൾ പഠിച്ച വഴിയാണ്. ആ വഴിത്താരയിലെ മറന്നു പോകാൻ പറ്റാത്ത, മറക്കാൻ പാടില്ലാത്ത അധ്യായമാണ് നമ്മുടെ വിശ്വാസത്തിന്റെ ദാർഢ്യം, ഈമാൻ. ഈമാൻ നമ്മുടെ ഹൃദയങ്ങളിൽ രൂഢമൂലമാകുമ്പോഴാണ് ഇത്തരം പ്രയാസങ്ങളെ ഒക്കെയും തരണം ചെയ്യാൻ കഴിയുക. ശത്രുക്കളോ നമ്മൾക്കെതിർഭാഗങ്ങളിലോ എത്രയോ വലിയ ആളുകൾ വന്നു നിൽക്കട്ടെ, അവരെ തരണം ചെയ്യാനുള്ള വഴി ഏതാണ്? ഈമാൻ, ഈമാൻ. ഓ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, എന്റെ മുമ്പിൽ ഒരുമിച്ച് കൂടിയവരെ, മഹാരഥന്മാരായ നമ്മുടെ മുൻഗാമികൾ പഠിപ്പിക്കുകയാണ്, നിങ്ങളുടെ ഹൃദയത്തിൽ എപ്പോഴും ചില ഭയങ്ങൾ ആവശ്യമാണ്. നിങ്ങളുടെ ഹൃദയത്തിൽ എപ്പോഴും ചില പേടികൾ ആവശ്യമാണ്. അതേതു പേടിയാണ്? ഒരുപാട് ഭയം ഇന്ന് നമ്മുടെ എല്ലാവരുടെയും ഹൃദയത്തിലുണ്ട്. കുടുംബത്തെ കുറിച്ച് ഭയമുള്ളവരുണ്ട്, മക്കളെ കുറിച്ച് ഭയമുള്ളവരുണ്ട്, സഹോദരങ്ങളെ കുറിച്ച് ഭയമുള്ളവരുണ്ട്, നമ്മൾ ജീവിക്കുന്ന വ്യവസ്ഥിതികളെ കുറിച്ചൊക്കെ ഭയപ്പെടുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ട്. എന്നാൽ അതിനെല്ലാം മേലെ നിൽക്കുന്ന ഒരു ഭയം, എല്ലാത്തിലും മേലെയുള്ള ഒരു ഭയം നിങ്ങളുടെ എല്ലാവരുടെയും ഖൽബിലുണ്ടാകണമെന്ന് മുൻഗാമികൾ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. ഭയം, പല കാര്യങ്ങളിലുമുള്ള ഭയം നമ്മുടെയൊക്കെയും ഹൃദയത്തിലുണ്ട്. പുതിയ പുതിയ കാര്യങ്ങൾ അറിയുമ്പോൾ ഒക്കെയും ഭയമുണ്ട്. എന്നാൽ അതിനേക്കാളെല്ലാം വലിയൊരു ഭയം നിങ്ങളുടെ ഖൽബിലുണ്ടാകണം. ഏതാണ് ആ ഭയം? ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്ന് നമ്മുടെ മുൻഗാമികൾ അവർക്ക് ശേഷമുള്ള ആളുകൾക്ക് പറഞ്ഞു കൊടുക്കുകയാണ്, നിങ്ങളുടെ ഹൃദയങ്ങളിൽ ഉണ്ടാകേണ്ട ഏറ്റവും വലിയ ഭയം ഏതാണെന്നറിയുമോ? അയ്യഖുദ മിൻഹുൽ ഈമാൻ. ഈമാൻ നിങ്ങളുടെ ഖൽബിൽ നിന്ന് പിടിക്കപ്പെടുമോ എന്ന ഭയം. ആ ഭയമാണ് നിങ്ങൾക്ക് എപ്പോഴും നിങ്ങളുടെ ഹൃദയത്തിൽ ഉണ്ടാകേണ്ടത്. നമ്മുടെയൊക്കെ ഭയം എന്താ? മഴ കഴിഞ്ഞിട്ട് വീട്ടിൽ പോകാൻ പറ്റുമോ എന്ന് ഭയമുണ്ട്, ചോറ് കിട്ടുമോ എന്ന് ഭയമുള്ള ആളുകളുണ്ട്. ദൂരേക്കുന്ന ആളുകൾ വിചാരിക്കും മഴയായി പോയി, ലൈൻ കമ്പി പൊട്ടിയും കിടക്കുന്നു, ഇനി പോയി ചോറ് വാങ്ങാൻ പറ്റുമോ എന്നറിയില്ല. അങ്ങനെ തുടങ്ങിയിട്ട് ഇപ്പൊ തന്നെ പല ഭയങ്ങളും നമ്മുടെ ഖൽബിലുണ്ട്. അതിനേക്കാളെല്ലാം ഏറ്റവും വലിയ ഭയമാണ് അയ്യഖുദ മിൻഹുൽ ഈമാൻ. വിശ്വാസിയാണോ നമ്മുടെ ഹൃദയത്തിൽ ആ ഭയം ഉണ്ടാകണം. പടച്ചവനെ, എന്റെ ഈമാൻ നഷ്ടപ്പെട്ടു പോകുമോ? നീ ആ ഈമാനിനെ പിടിച്ചു കളയുമോ അല്ലാഹ്? ഈമാൻ അല്ലാഹു തആല നമുക്ക് സലാമത്താക്കി തരുമാറാകട്ടെ. നമ്മുടെ മരണത്തിന്റെ സമയത്തും അല്ലാഹു ഈമാനിൽ നിലനിർത്തി തരുമാറാകട്ടെ.